വിദ്യാർത്ഥിയെ മർദ്ദിച്ച് തോളെല്ല് പൊട്ടിച്ച അധ്യാപകനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം തീരുമാനിച്ചതായി സ്കൂൾ മാനേജർ കെ.എ. മുഹമ്മദ് അഷ്റഫ് അറിയിച്ചു. കാരയ്ക്കാട് യു.പി. സ്കൂളിൽ കഴിഞ്ഞ ദിവസം സന്തോഷ് എം. ജോസ് എന്ന അധ്യാപകനാണ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ തല്ലി പരിക്കേൽപ്പിച്ചത്. അത്യധികം ദൗർഭാഗ്യകരമായ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ്, PTA, അധ്യാപകർ ഒന്നടങ്കം ശക്തമായി അപലപിക്കുന്നതായി സ്കൂൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഉപജില്ലയിലെ തന്നെ ഏറ്റവും മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയ അധ്യാപകനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തെ അടിയന്തര PTA യോഗം ഒന്നടങ്കം പിന്തുണച്ചു. കുട്ടിക്കും കുടുംബത്തിനും നീതിയുക്തമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിനാവശ്യമായ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കാരയ്ക്കാട് സ്കൂൾ അധികൃതർ അറിയിച്ചു. ദൗർഭാഗ്യകരമാണ്. കാരണം ഇത്തരത്തിലുള്ള കുട്ടികളായി 10 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ മർദ്ദിപ്പിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ഇത്തരം പ്രവൃത്തി ചെയ്തതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് PTA അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്താണ്. കേസിന്റെ മെറിറ്റ് അനുസരിച്ച് അതിൻ്റെ സർവീസിൽ നിന്നും ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള നിയമ നടപടിയായിട്ട് ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലില്ല. ഇത്തരത്തിലുള്ള അധ്യാപകരെ യാതൊരു തരത്തിലും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്നുള്ള നിലപാടുമായിട്ട് നമ്മൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഒത്താശയും ഈ അധ്യാപനം ചെയ്ത് കൊടുക്കത്തില്ല. നിയമ നടപടിയിലേക്ക് തന്നെ മാനേജ്മെന്റ് പോകും. പിന്നെ അധ്യാപകനിക്ക് എല്ലാ സംരക്ഷണം കൊടുക്കേണ്ടത് കുട്ടിക്കാണ്. അപ്പോൾ കുട്ടിക്കും കുട്ടിയുടെ രക്ഷകർത്താവിനും ഞാൻ പൂർണ്ണ സംരക്ഷണം കൊടുക്കുമെന്നും കുട്ടിയുടെ ഭാഗത്ത് ഞാൻ ഉറച്ചു നിൽക്കുമെന്നും അധ്യാപകനെതിരെ ശിക്ഷണ നടപടി സ്വീകരിക്കും എന്നും ഞാൻ ഇന്നലെ രാത്രി തന്നെ അത് ശക്തമായി അപലപിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ മാനേജ്മെന്റ് കമ്മിറ്റിയിൽപ്പെട്ട അംഗങ്ങളെ എല്ലാവരെയും തന്നെ 6:30 മണിക്ക് തന്നെ എൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നിയുക്ത മുനിസിപ്പൽ ചെയർമാൻ VP നാസർ, ബാസിത്ത്, മറ്റേ നസീർ, മനാഫ് കീഴടം, അദ്ദേഹത്തിൻ്റെ അളിയനാണ് ഈ സക്കീർ എന്ന് പറയുന്നതാണ്. അല്ലെ, അങ്ങനെയല്ലേ? അത് അദ്ദേഹത്തിൻ്റെ അളിയനാണ്. അപ്പോൾ ഞാനും HM സീനിയർ ടീച്ചർമാരായ ഷബാനത്ത്, സബീന ടീച്ചർ, സഫീർ, ജയനു ടീച്ചർ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നു. കുട്ടിയെയും കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടു, ബന്ധുക്കളെ കണ്ടു. വീട്ടുകാർ ചോദിച്ചു കുട്ടിയുടെ കൂടെ ഉണ്ടാകുമോ അധ്യാപകന്റെ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് ഉറച്ചു പറയുകയും ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്.